ഇതാക്രി വിലക്ക് വിറ്റുവിടണേ. താങ്ക് യു ചേട്ടാ. ടൗണിൽ ഏത് വഴി പോയാലും ഈ വണ്ടി കണ്ട ഒന്ന് തള്ളേണ്ടി വരും. ഇന്നൊരു വ്യത്യാസമുണ്ട്. അച്ഛന് പകരം മകൻ. ഇത് കൊണ്ട് കളയാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ല. നാട്ടുകാർ എന്നോട് നിന്നെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ കേക്കോടാ എന്നാ അച്ഛൻ ചോദിക്കുന്നു. ശരി ശരി, ഞങ്ങൾ പോയി ഈ രണ്ട് ബുൾസൈ അടിക്കട്ടെ. ഓ ശരി ചേട്ടാ. വണ്ടി വിട്ടോ. ഈ വണ്ടി ഇപ്പൊ എങ്ങോട്ടും പോവില്ല. ഞാൻ വീട്ടിൽ പോവാ. എനിക്കും വീട്ടിൽ പോവാനാ. അതാ പറഞ്ഞത് വണ്ടി വിടാൻ. ഇത് എന്റെ വീട്ടിലോട്ടാ പോകുന്നത്. വേറെ വണ്ടി വിളിച്ച് പോയാ എന്താ? ചൂടാവാതെ. പാറു, നീ ഇത് എവിടുന്ന് പൊട്ടി വീണു? ഞാൻ ഇങ്ങനെ ഏറ്റവും പതുക്കെ പോകുന്നൊരു വണ്ടി തപ്പി നടക്കായിരുന്നു. പഴയൊരു വണ്ടി കണ്ടപ്പോ ഇതാണ് ഐഡിയലെന്ന് തോന്നി. അങ്ങനെ ചാടി കയറിയതാ. കഷ്ടകാലത്തിന് നീ. നിനക്ക് എവിടെ വീട്ടിൽ പോണോ? പക്ഷെ ഇത് എത്ര ദൂരം മര്യാദക്കാരനായിട്ട് പോകുന്നു പറയാൻ എനിക്ക് പറ്റില്ല. അത് സാരില്ല, ഇനി 2 മണിക്കൂറുണ്ട്. കറങ്ങി തിരിഞ്ഞ് എന്നെ 7 മണിക്ക് വീട്ടിൽ എത്തിച്ചാ മതി. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചലിക്കാം. നീ ഇറങ്ങി മുമ്പിലോട്ടിരി. നിന്നെ ശരിക്കും ഞാനൊന്ന് കാണട്ടെ. നമ്മൾ കണ്ടിട്ട് ഇപ്പൊ 1 വർഷമായി കാണും അല്ലേ? ആ ശരിയാ. വെറുതെ തമാശക്ക് ഞാനൊരു കഥ പറയാം. എന്താ ഇത്? പണ്ട് പ്രേം നസീറിന്റെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു. ഒരുമിച്ച് ഒരു കാറിൽ യാത്രയാവുന്നു. ഒരു കൊടുങ്കാറ്റിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു. ഒപ്പം ഇടി വെട്ടിയുള്ള മഴയും. പെട്ടെന്ന് റാന്തലുമായി ഒരു വാച്ച്മാൻ വരുന്നു. അയാളോട് താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് അയാൾ പറയുന്നു. ഇതെന്താണ്, ബോംബ് പൊട്ടിയോ? ബോംബല്ല മോളെ, ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പുള്ള സിഗ്നലാ. കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി ഇവൻ എങ്ങോട്ടെങ്കിലും തള്ളി മാറ്റിയിടാം. ഇനി നേരെ ഇരട്ടി മഴയും പെയ്ത് ആ വാച്ച്മാൻ കൂടെ വന്ന ആ സിനിമ കഥ പോലെയാവും. പഠിക്കുന്ന കാലത്ത് നീ വലിയ അലമ്പല്ലായിരുന്നു. മനുഷ്യന് മാറ്റം എപ്പോ വേണമെങ്കിലും വരാലോ. ഈ ബ്രേക്ക് ഡൗൺ സ്വന്തം ക്രിയേഷൻ ഒന്നും അല്ലല്ലോ അല്ലേ? അതെന്തിന്? അല്ല, കഥയിൽ പറഞ്ഞ പോലെ ഇതാ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ ഒരു സിംഗിൾ റൂം, പിന്നെ നിന്റെ ഒരു ഇമ്മോറൽ അപ്രോച്ച്. മതി മതി, ഇത് പെമ്പിള്ളേരുടെ ഒരു ചീപ്നെസ്സാ. കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട.